ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഷ്ന വ്ലോഗേഴ്സ്. പിന്നെ നമ്മൾ 1 kg ഒരു വെനില സ്പഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മൈദ പിന്നെ പാൽപ്പൊടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വെനില കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നൊരു സാധനമാണ് പാൽപ്പൊടി. പിന്നെ വെനില എസൻസ്, 4 മുട്ട, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് കേക്കിന് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു കേക്ക് ടിൻ ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ തേച്ചിട്ട്. ഇനി നമുക്ക് അളവിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. ഇത് മൈദ 1 കപ്പാണ് എടുത്തേക്കുന്നത്, 250 ഗ്രാം. ഇതിലിനി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ പാൽപ്പൊടി ചേർക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ സീവ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവണം. നമ്മളിവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്. അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വെള്ളം മാത്രമായിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ വൈറ്റ് ഫ്ലഫി ഫോമിലാവുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുക, ആ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. ഇപ്പോൾ ആ ഫ്ലഫി ഫോമിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കി ആ മുട്ടയുടെ മഞ്ഞയും കൂടെ നമുക്ക് നല്ലപോലെ അടിച്ചിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അധികം നേരം ബീറ്റ് ചെയ്യരുത്, കാരണം ഈ മുട്ട അങ്ങ് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് ആ മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഓവർ മിക്സ് ആവാൻ പാടില്ല. കേക്കിൻ്റെ ബാറ്റർ തന്നെ ഈ കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. നമുക്കിനി ഈ കേക്ക് ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഞാനിതൊന്ന് 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി. അപ്പോൾ ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.